അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. കുറേ ദിവസമായി നമ്മളൊരു വീഡിയോ ഒക്കെ ഇട്ടിട്ട് കേട്ടോ. നമ്മൾ അജ്മീർ യാത്രയിലെ ഏകദേശം നമ്മൾ പഞ്ചാബിലാണ് എത്തിയിട്ടുള്ളത്. പഞ്ചാബിൽ നമ്മൾ വാഗ ബോർഡർ കണ്ടു. അവിടുന്ന് നേരെ നമ്മൾ പഞ്ചാബിൽ തന്നെ നമ്മൾ ഇനി കാണാൻ പോകുന്നത് സുവർണ ക്ഷേത്രമാണ്. ഈ സുവർണ ക്ഷേത്രത്തിൻ്റെ വിശേഷങ്ങളാണ് ഇപ്പോൾ നമ്മൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത്. ഏകദേശം സമയം 7 മണിയോട് അടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ സുവർണ ക്ഷേത്രത്തിൻ്റെ കുറച്ച് ചരിത്ര കഥകളൊക്കെ ഒന്ന് നമുക്ക് കേട്ട് വരാം. സുവർണ ക്ഷേത്രത്തിലോട്ടാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ ഇന്ത്യയിലെ പഞ്ചാബിലെ അമൃത്സർ സ്ഥിതി ചെയ്യുന്ന ഒരു ഗുരുദ്വാരയാണ് സുവർണ ക്ഷേത്രം. സിഖ് മതത്തിൻ്റെ പ്രമുഖ ആത്മീയ കേന്ദ്രവുമാണ്. കർത്താർപൂരിലെ ഗുരുദ്വാര ദർബാർ സാഹിബ്, കർത്താർപൂർ നങ്കണ സാഹിബിൻ്റെ ഗുരുദ്വാര ജനം ആസ്ഥാൻ എന്നിവയ്ക്കൊപ്പം സിഖ് മതത്തിലെ ഏറ്റവും പുണ്യ സ്ഥലങ്ങളിൽ ഒന്നും കൂടിയാണിത്. ഗുരുദ്വാര സ്ഥിതി ചെയ്യുന്ന സ്ഥലത്തെ സരോവർ, അതായത് വിശുദ്ധ കുളം, 1577 നാലാമത്തെ സിഖ് ഗുരുവായ ഗുരു രാംദാസ് പൂർത്തിയാക്കി. അഞ്ചാമത്തെ സിഖ് ഗുരുവായ ഗുരു അർജുൻ ആദി ഗ്രന്ഥത്തിൻ്റെ ഒരു പകർപ്പ് സുവർണ ക്ഷേത്രത്തിൽ സ്ഥാപിക്കുകയും അതിൻ്റെ വികസനത്തിൽ ഒരു പ്രധാന വ്യക്തിയായി മാറുകയും ചെയ്തു. മുഗളരും അധിനിവേശ അഫ്ഗാൻ സൈന്യവും പലതവണ പീഡനത്തിന് ഇരയാവുകയും നശിപ്പിച്ചതിന് ശേഷം ഗുരുദ്വാര സിഖുകാർ ആവർത്തിച്ചു പുനർനിർമ്മിച്ചു. സിഖ് സാമ്രാജ്യം സ്ഥാപിച്ചതിനു ശേഷം മഹാരാജ രജത് സിംഗ് 1809 മാർബിളിലും ചെമ്പിലും ഇത് പുനർനിർമ്മിക്കുകയും 1830 ശ്രീകോവിൽ സ്വർണം കൊണ്ട് മൂടുകയും ചെയ്തു. ഇതാണ് സുവർണക്ഷേത്രം എന്ന പേരിന് കാരണമായത്. സിഖ് മതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആരാധനാലയമാണ് സുവർണക്ഷേത്രം. 1883 1820 ഇടയിൽ സിഖ് സഭാ പ്രസ്ഥാനത്തിൻ്റെയും 1947 1966 ഇടയിൽ പഞ്ചാബി സുബ പ്രസ്ഥാനത്തിൻ്റെയും കേന്ദ്രമായി ഇത് മാറി. 1980കളുടെ തുടക്കത്തിൽ ഇന്ത്യൻ സർക്കാരും ജർണൈൽ സിംഗ് ഭിന്ദ്രൻവാല നയിച്ച ഒരു തീവ്രവാദ പ്രസ്ഥാനവും തമ്മിലുള്ള സംഘർഷത്തിൻ്റെ കേന്ദ്രമായി ഗുരുദ്വാര മാറി. 1984 പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി ഓപ്പറേഷൻ ബ്ലൂ സ്റ്റാറിൻ്റെ ഭാഗമായി ഇന്ത്യൻ സൈന്യത്തെ അയച്ചു. ഇത് ആയിരക്കണക്കിന് സൈനികരുടെയും തീവ്രവാദികളുടെയും സാധാരണക്കാരുടെയും മരണത്തിന് കാരണമായി. കൂടാതെ ഗുരുദ്വാരയ്ക്ക് കാര്യമായ നാശനഷ്ടങ്ങൾ വരുത്തുകയും അടുത്തുള്ള അകാൽ തഖ്തിൻ്റെ നാശത്തിന് കാരണമായി. 1984 ആക്രമണത്തിനു ശേഷം ഗുരുദ്വാര സമുച്ചയം വീണ്ടും പുനർനിർമ്മിച്ചു. എല്ലാ ജീവിത തുറകളിൽ നിന്നും വിശ്വാസങ്ങളിൽ നിന്നുമുള്ള എല്ലാ ആളുകൾക്കും ആരാധനയ്ക്കായി ഒരു തുറന്ന ഭവനമാണ് സുവർണക്ഷേത്രം. 4 പ്രവേശന കവാടമുള്ള ഒരു ചതുരാകൃതിയിലുള്ള ഒരു പ്ലാൻ, കുളത്തിന് ചുറ്റും പ്രദക്ഷിണ പാത എന്നിവയുമുണ്ട്. ഗുരുദ്വാരയുടെ 4 പ്രവേശന കവാടങ്ങൾ സമത്വത്തിലുള്ള സിഖ് വിശ്വാസത്തിൻ്റെയും എല്ലാ വിഭാഗങ്ങളിൽ നിന്നും ജാതികളിൽ നിന്നും വംശങ്ങളിൽ നിന്നുമുള്ള ആളുകളെ അവരുടെ പുണ്യസ്ഥലത്തേക്ക് സ്വാഗതം ചെയ്യുന്നുവെന്ന സിഖ് വീക്ഷണത്തെയും പ്രതീകപ്പെടുന്നു. ശ്രീകോവിലിനും കുളത്തിനും ചുറ്റുമുള്ള കെട്ടിടങ്ങളുടെ ഒരു ശേഖരമാണ് ഈ സമുച്ചയം. അതിലൊന്നാണ് സിഖ് മതത്തിലെ മതപരമായ അധികാരത്തിൻ്റെ പ്രധാന കേന്ദ്രമായ അകാൽ തഖ്ത്. അധിക കെട്ടിടങ്ങളിൽ ഒരു ക്ലോക്ക് ടവർ, ഗുരുദ്വാര കമ്മിറ്റിയുടെ ഓഫീസുകൾ, ഒരു മ്യൂസിയം, വിവേചനമില്ലാതെ എല്ലാ സന്ദർശകർക്കും സസ്യാഹാരം വാഗ്ദാനം ചെയ്യുന്നു. സിഖ് സമൂഹം നടത്തുന്ന സൗജന്യ അടക്കണ, ലംഗാർ എന്നിവ ഉൾപ്പെടുന്നു. എല്ലാ ദിവസവും 1,50,000-ലധികം ആളുകൾ ആരാധനയ്ക്കായി ഈ ദേവാലയം സന്ദർശിക്കുന്നു. ഗുരുദ്വാര സമുച്ചയം യുനെസ്കോയുടെ ലോക പൈതൃക സ്ഥലമായി നാമനിർദ്ദേശം ചെയ്യപ്പെട്ടിട്ടുണ്ട്. കൂടാതെ അതിൻ്റെ അപേക്ഷ യുനെസ്കോയുടെ താൽക്കാലിക പട്ടികയിലും പരിഗണനയിലാണ്. ഹർമന്ദിർ സാഹിബിൻ്റെ ഹരിമന്ദിർ അല്ലെങ്കിൽ ഹരിമന്ദിർ സാഹിബ് എന്നും വിളിക്കുന്നു. ഇതിനെ പവിത്രമായ സദസ്സ് എന്നാണ് അർത്ഥം വരുന്ന ദുൽബാർ സാഹിബ് എന്നും വിളിക്കുന്നു.
അതുപോലെ സ്വർണ്ണ ഇലകളാൽ പൊതിഞ്ഞ ശ്രീകോവിൽ കേന്ദ്രമായതിനാൽ സുവർണക്ഷേത്രം എന്നും അറിയപ്പെടുന്നു. ഹർമന്ദിർ എന്ന വാക്ക് രണ്ട് വാക്കുകൾ ചേർന്നാണ്. ഹരി പണ്ഡിതന്മാർ ഇതിനെ ദൈവം എന്നും വിവർത്തനം ചെയ്യുന്നു. മന്ദിരം എന്നാണ് അർത്ഥം വരുന്നത്. മന്ദിരം സാഹിബ് എന്നും ആരാധനാലയത്തിന്റെ പേരിനൊപ്പം കൂടുതൽ ചേർത്തിട്ടുണ്ട്. മതപരമായ പ്രാധാന്യമുള്ള സ്ഥലങ്ങളോട് ബഹുമാനത്തെ സൂചിപ്പിക്കുന്ന സിഖ് പാരമ്പര്യത്തിൽ പലപ്പോഴും ഈ പദം ഉപയോഗിക്കുന്നു. സിഖ് പാരമ്പര്യത്തിൽ ഹർമന്ദിർ സാഹിബ് അല്ല നമ്മൾ ബോർഡറിൽ ഇന്ത്യയും പാകിസ്ഥാന്റെയും തമ്മിലുള്ള സായുധ അഭ്യാസം കണ്ടല്ലോ, നിങ്ങളുടെ അഭിപ്രായം എന്താണ്? അത് ഇന്ത്യനാണ് മികവെന്നാണ് എനിക്ക് തോന്നിയത്. അത് പാകിസ്ഥാനി കാണാനിട്ടാണോ? അത് കാരണം ഓരിപ്പോൾ പുരോഗമിച്ച് വരുന്നുള്ളൂ, പുരോഗതിയിൽ വരുന്നുള്ളൂ. കാരണം ഓരിപ്പോഴും അവിടെ ഗാലറി ഒന്നും ഉണ്ടാക്കിയിട്ടില്ല, ഗാലറിയൊക്കെ ഉണ്ടാക്കി വരുന്നുള്ളൂ. അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ മികവിലാണ് കാണുന്നത്. നമ്മൾ കുറച്ച് മികവിലാണ് അല്ലേ? കുറച്ച് ഓലക്കാട്ടിലും കുറച്ചുകൂടി മെച്ചപ്പെട്ട അഭ്യാസ പ്രകടനം എങ്ങനെയായിരുന്നു? കാഴ്ചവെച്ചത് എനിക്ക് അഭിപ്രായം പറയേണ്ടി പറഞ്ഞോ. നല്ലൊരു അല്ല വെയിലും ഉണ്ടെങ്കിലും മുതലായിക്കണോ? അല്ല വെയിലുണ്ടെങ്കിലും മുതലായോ? വെയിലുണ്ടെങ്കിലും മുതലായിക്കണോ? വെയിലിട്ടിട്ട് മുതലായി, വെയിൽ കൊണ്ടീനുള്ള മുതലായിക്കോ. അല്ല ഇന്ന് ഒരിക്കലും നിങ്ങൾ ഇനി അത് കാണാൻ പോവാന്ന് പറഞ്ഞാൽ പോരുമോ? അങ്ങനെ പോരൂല. അവിടെ കാര്യമായിട്ടൊന്നും കാണാനൊന്നുമില്ല. ഇതേമാരെ നമ്മളിപ്പോൾ സുവർണ ക്ഷേത്രത്തിൻ്റെ ഫ്രണ്ടിൽ എത്തിക്കൊണ്ടിരിക്കുകയാണ്. 8 മണിക്കാണ്, 8 മണിക്കൂർ. അപ്പോൾ ആ കാണുന്നതാണ് സുവർണ ക്ഷേത്രത്തിൻ്റെ ഗോപുരം. ഗോപുരമാണ് ഇപ്പം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പ്രത്യേകതരം ലൈറ്റൊക്കെ നമ്മുടെ നല്ല ഭംഗിയുള്ള ലൈറ്റൊക്കെയാണ് കാണുന്നത്. അവിടെ ഒരു മുസ്ലിം പള്ളി അല്ലേ? മുസ്ലിം പള്ളി എന്താണ്? കലിപ്പെട്ടാണ്. ഭക്ഷണത്തോടെ കിട്ടുമെന്ന് പറഞ്ഞേക്കാം. 1761 ഉണ്ടാക്കിയ സംഭവമാണ്. അതാണ് ക്ഷേത്രം എന്ന് പറഞ്ഞ സംഭവം. നമ്മൾ നാണിയാക്കി അതാ പോയി. അല്ല ഇവിടെ നീ ചെരുപ്പ് എന്താട്ടണാവോ? ഇവിടെ കുളമുണ്ടോ? അതാണ് ഗോൾഡ്. അതിൻ്റെ മേലെ മൊത്തം ഗോൾഡാ. എവിടെയാണ് ഇത് കൗണ്ടർ? അതൊക്കെ ഇവിടെ കൊടുക്കണം. നാണ്യാക്കാതാക്കണ എന്തൊക്കെയാ പറയണത്? ചെരുപ്പ് ഒന്നായിട്ട് എത്ര വെക്കല്ലേ? ചെരുപ്പിന്റെ ലോക്കറോ? ചെരുപ്പിന്റെ ലോക്കറാ കാണട്ടോ.
സിഖ് ചരിത്ര രേഖകൾ അനുസരിച്ച് അമൃത്സറായി മാറിയതും ഹരിമന്ദിർ സാഹിബ് സ്ഥിതി ചെയ്യുന്നതുമായ സ്ഥലം സിഖ് പാരമ്പര്യത്തിന്റെ മൂന്നാമത്തെ ഗുരുവായ ഗുരു അമർദാസ് തിരഞ്ഞെടുത്തു. മനുഷ്യനിർമ്മിതമായ ഒരു കുളം കേന്ദ്രബിന്ദുവായി ഒരു പുതിയ പട്ടണം ആരംഭിക്കാൻ സ്ഥലം കണ്ടെത്താൻ തന്റെ ശിഷ്യനായ രാംദാസിനോട് ആവശ്യപ്പെട്ടതിനെ തുടർന്ന് ഇത് ഗുരുഡ ചക്ക് എന്നറിയപ്പെടുന്നു. 1577 ഗുരു അമർദാസിന്റെ പിൻഗാമിയായി ഒരു രാംദാസ് അധികാരമേറ്റതിനു ശേഷം ഗുരു അമർദാസിന്റെ മക്കളിൽ നിന്നുമുള്ള ശത്രുതാപരമായ എതിർപ്പിനെ അഭിമുഖീകരിച്ച് ഗുരു രാംദാസ്പൂർ എന്ന അറിയപ്പെടുന്ന പട്ടണം സ്ഥാപിച്ചു. ബാബാ ബുദ്ധന്റെ സഹായത്തോടെ കുളം പൂർത്തിയാക്കിക്കൊണ്ടിരുന്നു. അദ്ദേഹം ആരംഭിച്ചത് ബുദ്ധമതത്തിലെ ബുദ്ധനുമായി തെറ്റിദ്ധരിക്കരുത്. ഗുരു രാംദാസ് അതിനടുത്തായി തന്റെ പുതിയ ഔദ്യോഗിക കേന്ദ്രം വീണ്ടും നിർമ്മിച്ചു. ഇന്ത്യയുടെ മറ്റു ഭാഗങ്ങളിൽ നിന്നുമുള്ള വ്യാപാരികളെയും കരകൗശല വിദഗ്ധരെയും തന്നോടൊപ്പം പുതിയ പട്ടണത്തിൽ സ്ഥിരതാമസമാക്കാൻ അദ്ദേഹം ക്ഷണിക്കുകയും ചെയ്തു. ഗുരു അർജന്റെ കാലത്ത് രാംദാസ്പൂർ പട്ടണം വികസിച്ചു. സംഭാവനകളുടെയും സ്വമേധയുള്ള പ്രവർത്തനങ്ങളുടെയും ഇത് നിർമ്മിക്കപ്പെട്ടു. പട്ടണം വളർന്നു അമൃത്സർ നഗരമായി മാറി. ആ പ്രദേശം ക്ഷേത്രം സമുച്ചയമായി വളർന്നു. 1574 1604 ഇടയിലുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ 1741 രചിക്കപ്പെട്ട ഒരു അർദ്ധ ചരിത്ര സിഖ് ചരിത്ര ഗ്രന്ഥമായ മഹിമ പ്രകാശ് വർത്തകരിൽ വിവരിച്ചിരിക്കുന്നു. കൂടാതെ 10 ഗുരുക്കന്മാരുടെയും ജീവിതത്തെക്കുറിച്ചുമുള്ള ഏറ്റവും പഴയ രേഖയുമാണിത്. 1604 ഗുരു അർജുൻ പുതിയ ഗുരുദ്വാരയ്ക്ക് സിഖ് മതഗ്രന്ഥം സ്ഥാപിച്ചു. ഗുരു രാംദാസിന്റെ ശ്രമങ്ങൾ തുടരാൻ ഗുരു അർജുൻ അമൃത്സറിനെ പ്രാഥമിക സിഖ് തീർത്ഥാടന കേന്ദ്രമായി സ്ഥാപിച്ചു. പ്രശസ്തമായ സുഖ്മണി സാഹിബ് ഉൾപ്പെടെ നിരവധി സിഖ് ഗ്രന്ഥങ്ങൾ അദ്ദേഹം എഴുതി. ഗുരു രാംദാസ് സ്ഥലത്തിനായി ഭൂമി ഏറ്റെടുത്തു. അദ്ദേഹം ഈ ഭൂമി എങ്ങനെ സ്വന്തമാക്കി എന്നതിനെക്കുറിച്ച് 2 കഥകൾ നിലവിലുണ്ട്. ഒരു ഗസറ്റിയർ രേഖയെ അടിസ്ഥാനമാക്കി തൊങ് ഗ്രാമത്തിലെ ജനങ്ങളിൽ നിന്നും ഉടമകളിൽ നിന്നും സിഖ് സംഭാവനയായി ലഭിച്ച 700 രൂപ ഉപയോഗിച്ചാണ് ഭൂമി വാങ്ങിയത്. മറ്റൊരു പതിപ്പിൽ ചക്രവർത്തി അക്ബർ ഗുരു രാംദാസിന്റെ ഭാര്യയ്ക്ക് ഭൂമി ദാനം ചെയ്തതായി പറയപ്പെടുന്നു. 1581 ഗുരു അർജുൻ ഗുരുദ്വാരയുടെ നിർമ്മാണം ആരംഭിച്ചു. നിർമ്മാണ സമയത്ത് കുളം ശൂന്യമായി വരണ്ടതുമായി സൂക്ഷിച്ചിരുന്നു. ഹരിമന്ദിർ സാഹിബിന്റെ ആദ്യ പതിപ്പ് പൂർത്തിയാക്കാൻ 8 വർഷമെടുത്തു. ഗുരു അർജൻ നഗരത്തേക്കാൾ താഴ്ന്ന നിലയിൽ ഒരു ഗുരുദ്വാര ആസൂത്രണം ചെയ്ത് ഗുരുവിനെ കാണാൻ പരിസരത്ത് പ്രവേശിക്കുന്നതിന് മുമ്പ് വിനയവും അഹങ്കാരവും ഇല്ലാതാക്കേണ്ട ആവശ്യകതയും ഊന്നിപ്പറയാൻ ഗുരുദ്വാര കോമ്പൗണ്ട് എല്ലാ വശങ്ങളും തുറന്നിരിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. തൻ്റെ ഗുരു ഇരിപ്പിടം ഉണ്ടായിരുന്ന കുളത്തിനുള്ളിലെ ശ്രീകോവിലിന് അന്തിമ ലക്ഷ്യം ഒന്നാണെന്ന് ഊന്നിപ്പറയാൻ ഒരു പാലം മാത്രമേ ഉണ്ടായിരുന്നുള്ളെന്ന് അരവിന്ദ് പാൽ സിംഗ് മന്തേർ പറയുന്നു. 1589 ഇഷ്ടികൾ കൊണ്ട് നിർമ്മിച്ച ഗുരുദ്വാര പൂർത്തിയായി. ലാഹോറിലെ സൂഫി സന്യാസിയായ മിയാൻമിയാറിനെ തറക്കിലിടാൻ ഗുരു അർജുൻ ക്ഷണിച്ചതായി ചില പിൻകാല സ്രോതസ്സുകൾ വിശ്വസിക്കുന്നു. ഇത് ബഹുസ്വരതയെ സൂചിപ്പിക്കുന്നുവെന്നും സിഖ് പാരമ്പര്യം എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നുവെന്നും സൂചിപ്പിക്കുന്നു. എന്നിരുന്നാലും ഈ വിശ്വാസം അടിസ്ഥാനരഹിതമാണ്. ശ്രീ ഗുർജ് സ്വരാജ് പ്രകാശ് ഗ്രന്ഥ് പോലുള്ള സിഖ് പാരമ്പര്യ സ്രോതസ്സുകൾ പകരം ഗുരു അർജുൻ തന്നെയാണ് ഇത് സ്ഥാപിച്ചത്. ഉദ്ഘാടനത്തിന് ശേഷം കുളം വെള്ളത്തിൽ നിറഞ്ഞു. 1604 ഓഗസ്റ്റ് 16 ഗുരു അർജുൻ സിഖ് ഗ്രന്ഥത്തിന്റെ ആദ്യ പതിപ്പ് വികസിപ്പിക്കുകയും സമാഹകരിക്കുകയും ചെയ്തു. കൂടാതെ ആദ്യ ഗ്രന്ഥത്തിന്റെ ഒരു പകർപ്പ് ഗുരുദ്വാരയിൽ സ്ഥാപിച്ചു. അദ്ദേഹം ബാബാ ബുദ്ധനെ ആദ്യമായി ഗ്രന്ഥിയായി തിരഞ്ഞെടുത്തു. 68 തീർത്ഥാടന കേന്ദ്രങ്ങളുടെ ആരാധനാലയം എന്നാണ് വരുന്ന അത് സത്ത് തിറത്ത് വർക്കമാർ കുളത്തിന് ചുറ്റുമുള്ള പ്രദക്ഷിണ മാർബിൾ പാത ഉയർത്തിയ ഒരു മേൽപ്പാലമാണ്. ഓവൻ കോളും മറ്റ് പണ്ഡിതന്മാരും പറഞ്ഞതുപോലെ ഈ ക്ഷേത്രം സന്ദർശിക്കുന്നത് ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലെ 68 ഹിന്ദു തീർത്ഥാടന കേന്ദ്രങ്ങൾക്ക് തുല്യമാണെന്നോ അല്ലെങ്കിൽ സുവർണ ക്ഷേത്രത്തിലേക്കുള്ള ഒരു തിറത്തിന് 68 തീർത്ഥാടന കേന്ദ്രങ്ങളുടെയും ഫലപ്രാപ്തിയുണ്ടെന്നോ ഉള്ള വിശ്വാസത്തെ പ്രതിഫലിപ്പിക്കുന്നു. സുവർണ ക്ഷേത്രത്തിന്റെ ആദ്യ പതിപ്പിന്റെ പൂർത്തീകരണം സിഖ് മതത്തിന്റെ ഒരു പ്രധാന നാഴികക്കല്ലായിരുന്നുവെന്ന് അരവിന്ദ് പാൽ സിംഗ് മന്തേർ പറയുന്നു. കാരണം ഇത് വ്യാപാരത്തിന്റെയും പ്രവർത്തനത്തിന്റെയും കേന്ദ്രത്തിനുള്ളിൽ സ്ഥിതി ചെയ്യുന്ന ഒരു കേന്ദ്ര തീർത്ഥാടന സ്ഥലവും സിഖ് സമൂഹത്തിന് ഒരു ഒത്തുചേരൽ കേന്ദ്രവും നൽകി. മുഗൾ സാമ്രാജ്യം നാശവും പുനർനിർമ്മാണവും. ഗുരു അർജന്റെ വർദ്ധിച്ചുവരുന്ന സ്വാധീനവും വിജയവും മുഗൾ സാമ്രാജ്യത്തെ ശ്രദ്ധ ആകർഷിച്ചു.
മുഗൾ ചക്രവർത്തിയായ ജഹാംഗീറിന്റെ നിർദ്ദേശപ്രകാരം ഗുരു അർജുനെ അറസ്റ്റ് ചെയ്യുകയും ഇസ്ലാം മതം സ്വീകരിക്കാൻ ആവശ്യപ്പെടുകയും ചെയ്തു. അദ്ദേഹം വിസമ്മതിച്ചു. 1606 പീഡിക്കപ്പെടുകയും വധിക്കപ്പെടുകയും ചെയ്തു. ഗുരു അർജുന്റെ മകൻ പിൻഗാമിയുമായ ഗുരു ഹർഗോബിന്ദ് അമൃത്സറിൽ യുദ്ധം നടത്തി. പിന്നീട് 1635 അമൃത്സറും പരിസര പ്രദേശവും വിട്ട് കിരാത്പൂരിലേക്ക് പോയി. സുവർണക്ഷേത്രം മീനാകൾ കൈവശപ്പെടുത്തിയതിനു ശേഷം ഏകദേശം ഒരു നൂറ്റാണ്ടിൽ ഖൽസ സൃഷ്ടിച്ചതിനു ശേഷം ഗുരു ഗോബിന്ദ് സിംഗ് ക്ഷേത്രം തിരിച്ചുപിടിക്കാൻ ഭായ് മണി സിംഗിനെ അയച്ചു. മുഗൾ ഭരണാധികാരികളും അഫ്ഗാൻ സുൽത്താൻമാരും സുവർണക്ഷേത്രത്തെ സിഖ് വിശ്വാസത്തിന് കേന്ദ്രമായി വീക്ഷിച്ചു. അത് പീഡനത്തിന്റെ പ്രധാന ലക്ഷ്യമായി തുടർന്നു. യഥാർത്ഥ ക്ഷേത്രം ശത്രു ശക്തികൾ നശിപ്പതിനു ശേഷം 1764 ശ്രീകോവിൽ പുനർനിർമ്മിച്ചു. ക്ഷേത്രത്തെക്കുറിച്ചുള്ള തന്റെ മോണോഗ്രാഫിൽ H. കോൾ സ്ഥിരീകരിക്കുന്ന തീയതി എന്നിരുന്നാലും 19-ാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിൽ തന്നെ ശ്രീകോവിലിൽ വിപുലമായ അലങ്കാരങ്ങളും കൂട്ടിച്ചേർക്കലും ചേർന്നു. എന്നിരുന്നാലും ഗിയാൻ സിംഗിന്റെ തവാരിഖ് അമൃത്സർ അനുസരിച്ച് ക്ഷേത്ര ടാങ്ക്, ക്ഷേത്രമന്ദിരം, കോസ്വേ, പ്രവേശന കവാടം അല്ലെങ്കിൽ കമാനം എന്നിവയുടെ നിർമ്മാണത്തിന് 1776 എല്ലാ തീയതി അല്പം വൈകിയാണ് നൽകിയിരിക്കുന്നത്. സിഖ് ചരിത്രത്തിലെ ചരിത്ര സംഭാവന കേന്ദ്രമായിരുന്നു സുവർണക്ഷേത്രം. 1709 ലാഹോർ ഗവർണർ വൈശാഖി ദീപാവലി ഉത്സവങ്ങൾക്കായി സിഖുകാർ ഒത്തുകൂടുന്നു തടയാനും അടിച്ചമർത്താനും തന്റെ സൈന്യത്തെ അയച്ചു. എന്നാൽ സിഖുകാർ സുവർണക്ഷേത്രത്തിൽ ഒത്തുകൂടി അതിനെ വെല്ലുവിളിച്ചു. 1716 ബാന്ദ സിംഗിനെയും നിരവധി സിഖുകാരെയും അറസ്റ്റ് ചെയ്ത് വധിച്ചു. അങ്ങനെ സുവർണക്ഷേത്രത്തിലെ ഒരുവിധം ചരിത്ര കഥകളൊക്കെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഞങ്ങൾ തിരിച്ച് ഈ ക്ഷേത്രത്തിൻ്റെ കുളത്തിന് ചുറ്റുമുള്ള പാതകളിൽ കൂടെയൊക്കെ നടന്നു. അവിടുത്തെ വിശേഷങ്ങൾ കണ്ടു. പറ്റുമെങ്കിൽ ഈ പഞ്ചാബിലെ ഈ അമൃത്സറിലുള്ള ഈ സുവർണക്ഷേത്രം ഒരു പ്രാവശ്യമെങ്കിലും കാണണം എന്നാണ് പറയുന്നത്. പകൽ സമയത്തൊക്കെ കാണുകയൊക്കെ ആണെങ്കിൽ വളരെയധികം ഭംഗിയൊക്കെ ഉണ്ടാവും. അപ്പോൾ എല്ലാവർക്കും അവസരം കിട്ടട്ടെ എന്ന് പ്രത്യാശിക്കുന്നു. പ്രത്യേകിച്ചുള്ള ഇതുപോലത്തുള്ള അവസ്ഥകളിൽ നമ്മുടെ നാട് നീങ്ങുന്ന ഈ ഘട്ടങ്ങളിൽ ഇത്തരത്തിലുള്ള ഒരു യാത്ര ചെയ്യാൻ ചിലപ്പോൾ ഒരു പക്ഷേ ഇപ്പോൾ ബുദ്ധിമുട്ടായിരിക്കും. ഇനിയും നല്ല സമയങ്ങൾ വരും. ആ സമയം പരമാവധി എല്ലാവരും വിനിയോഗിക്കുക എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് തൽക്കാലം ഈ വീഡിയോ നമ്മൾ അവസാനിപ്പിക്കുന്നു. മറ്റൊരു വീഡിയോയിൽ കാണുന്നതുവരെ താങ്ക്സ് ഫോർ വാച്ചിങ്. സിലൂസ് വേൾഡ്. ഇതാണ് മക്കളെ അണ്ടർഗ്രൗണ്ട് ആണ് ഈ കാണട്ടോ. വാണി കണ്ടാൽ മതി. മറ്റെപ്പം പറഞ്ഞാൽ മതി. എന്താ